ഹലോ, ഇറ്റ്സ് മീ റിസ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇത്രയും ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു സംഭവം കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പഞ്ചനീഡിലാണ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ തന്നെ എൻ്റെ അനിയൻ അവിടെ വന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മെയിൻറ്റാക്കണ്ട. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ക്ലോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മോം ക്ലോത്ത് അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഹുക്ക് ഇതെന്ന് പറഞ്ഞാൽ എംബ്രോയ്ഡറി ഹുക്ക് എന്നാട്ടോ ഞാൻ പറയാറ് ഇതിന്. ഇത് ബുക്ക് സ്റ്റാള്, അതുപോലെ തന്നെ സ്റ്റേഷനറി ഹാള്, ബട്ടൺ ഹൗസ്, അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരുവിധം കിട്ടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന എല്ലാ യാർഡിൽസും 20 റുപ്പീസിന് എനിക്ക് കിട്ടിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഓഫർ സൈസിൽ കിട്ടിയതാണ്. ഇതിന് യൂസ് ചെയ്യുന്നത് വൈറ്റ്, പിങ്ക്, ബ്ലാക്ക് ആട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു പഞ്ചനീഡിലും ഞാൻ അതുപോലെ തന്നെ ഒരു ബട്ടൺ ഹൗസ് നിന്ന് മേടിച്ചതാണ്. അപ്പോൾ സംഭവം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഹോൾ ഉണ്ടാവും. ആദ്യം 12 നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ഹോളിലൂടെയാണ് നമ്മൾ ഈ ആടിലും കാര്യങ്ങളൊക്കെ ഇറക്കേണ്ടത്. ഇത് 12 ഇട്ടിട്ട് നല്ലവണ്ണം ടൈറ്റാക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഈ കാണിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതും ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ്. ഇത് വളയാനൊന്നും പാടില്ല. ഇതിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. ആദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു ഇതിലൂടെയാണ് നമ്മൾ ഈ ഒരു സംഭവം ഇറക്കിയിട്ട് ബാക്ക് കൂടെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇത് ആദ്യം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് കയറ്റി എടുത്തതിന് ശേഷം ഇത് വലിച്ചത് പോരും കേട്ടോ. ഈ ഒരു ഭാഗത്ത് കൂടെയാണ് കയറ്റേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിടർത്തി വെച്ചിട്ട് ഈ ആടിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ആടിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്ക് കൂടെ വലിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നമ്മൾ ഫ്രീ ആയിട്ട് വെക്കും ചെയ്യണം കേട്ടോ. ഈ ആടിൻ്റെ ഈ ഒരു ബോണ് കുറച്ച് ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് വലിച്ച് കൊടുത്തതിന് ശേഷം ഈ ബാക്കിൽ നിന്ന് ഈ നമ്മൾ ഇട്ട ആ ഭാഗത്തിൽ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ആടിൽ പുറത്തേക്ക് വരും. എന്നിട്ട് ഇത് ഊരി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സംഭവം ഞാൻ ഊരിയപ്പോൾ ജസ്റ്റ് ഒന്ന് കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് കുറച്ച് പുറത്തേക്ക് ആക്കി വലിച്ചു കൊടുക്കണം. അധികം വലിച്ചാൽ പിന്നെയും പോരും കേട്ടോ. ഇനി ഈ ആടിൻ്റെ കെട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, നല്ല ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് ഫ്രീ ആയിട്ട് കിടക്കുമ്പോഴാണ് ഇത് വൃത്തി നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ എംബ്രോയ്ഡറി ഹുക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഐറ്റം കണ്ടോ, ഇത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ മേടിച്ചതാണ്. ഇതിൻ്റെ ഈ ഒരു സ്പ്രിങ്ങും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഈ ഒരു മോം ക്ലോത്ത്, ഇത് മോം ക്ലോത്ത് അല്ല, ഞാൻ യൂസ് ചെയ്യുന്നൊരു നമ്മൾ സാധാരണ ഉടുക്കുന്നൊക്കെ ഒരു തുണിയാണ്. ഇത് ഞാൻ ബിഗിനേഴ്സ് എന്നൊന്നുമില്ലേ, ഞാനിതൊന്ന് പറയുന്നത് ഇങ്ങനത്തെ തുണിയാലും മതി. ഇത് നമ്മൾ ഈ ഒരു ഐറ്റം നീഡിൽ ഇറങ്ങാനുള്ള സ്പേസ് ഇതിലുണ്ടാകും. മോം ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യുന്നത് വലിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണവർക്കാണ്. ഇത് ജസ്റ്റ് ഒന്ന് കീറി പോയിട്ടൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഇതിൽ നിന്ന് ഒരു ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇനി ഈ ഒരു ക്ലിപ്പില്ലാത്ത ഭാഗം നമ്മൾ അടിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ക്ലിപ്പുള്ള ഭാഗം മേലെ വെച്ച് കൊടുക്കണം. തുണി നല്ലോണം വീർത്തി വെച്ചിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. നല്ലോണം പ്രസ് ചെയ്യണം. ഇനി ഈ ക്ലോത്ത് വെച്ചിട്ട് നല്ലോണം ഈ ക്ലിപ്പ് നല്ലോണം ടൈറ്റാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടുള്ളൂ. ഇത് വെച്ചതിന് ശേഷം നല്ല വലിച്ച് ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നല്ല വലിച്ച് ഇതാക്കി കൊടുക്കണം. എന്നിട്ട് നല്ലോണം ടൈറ്റാക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു പഞ്ചനീഡിൻ്റെ ആ ഹോളിലൂടെ നമ്മൾ ഈ ആടിലിറക്കി കൊടുക്കേണ്ടതുണ്ട്. അത് നേരത്തെ കാണിക്കാനുള്ളായിരുന്നു, ബട്ട് ഞാനത് മിസ് ചെയ്തു പോയി. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലാണ് ഞാൻ ആ
പഞ്ചനീരിലെ ഹോൾക്ക് ഇത് സംഭവം ഇറക്കി കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത അതേ ഒരു ഐറ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഈ ഹോളിൻ്റെ ബാക്ക് വശത്ത് കൂടി നമ്മൾ ഈ സാധനം കയറ്റി കൊടുക്കണം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വിടർത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ യാർഡിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് ജസ്റ്റ് വലിച്ചാൽ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി യാർഡിൽ നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്, ഇത്രയും പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക നമ്മൾ. എന്നിട്ട് ബാക്ക് വശത്ത് നിന്ന് ആ ബാക്കി ഫുള്ളായിട്ട് കുത്തി കൊടുക്കണം. എന്നിട്ട് ആ ബാക്ക് വശത്ത് നിന്ന് അതൊന്ന് വലിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ബന്ധിക്കുക, കുത്തുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, അതുപോലെ തന്നെ ഇങ്ങനെ ഇത് പോകുന്നോളും. ഇത് ചെയ്യുമ്പോൾ സിമ്പിളാണ്, ബട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ ചെയ്തതിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് ഒരു ബിഗിനേഴ്സ് എന്ന നിലയിൽ യൂട്യൂബിൽ നോക്കിയിട്ടാണ്. അതുകൊണ്ട് അതിനായിട്ടുള്ള ചില ഇതൊക്കെ ഉണ്ടാകും ഇതിൽ.